നമസ്തേ. വിശ്വാസം എന്ന ചാനലിലേക്ക് നല്ലവരായ സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്ന വിഷയം കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് എന്ന പഞ്ചായത്തിലെ മൃദംഗേശ്വരി ക്ഷേത്രത്തെ പറ്റിയാണ്. അമ്മ ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ആ കുളത്തിൽ ഒരു ദേവീ വിഗ്രഹ പ്രതിമയടക്കം കാണാൻ പറ്റും. പഴശ്ശിരാജാവ് ആരാധിച്ചിരുന്ന മൂർത്തിയാണ് നമ്മുടെ മുഴക്കുന്ന് മൃദംഗേശ്വരി ക്ഷേത്രം. മൃദംഗേശ്വരി ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിൽ കേരളത്തിലെ 10 ദേവീക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രം, ഏറ്റവും കൂടുതൽ ചൈതന്യവത്തമായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് മൃദംഗേശ്വരി ക്ഷേത്രം. പണ്ടത്തെ ആ ജീർണ അവസ്ഥകളൊക്കെ മാറ്റി കൂടുതൽ ശോഭിതമായി ക്ഷേത്രം പുനരുദ്ധാരണമൊക്കെ നടത്തി നല്ല രീതിയിൽ അമ്മ അവിടെ കുടികൊള്ളുന്നുണ്ട്, അമ്മ മഹാറാണി. അപ്പോൾ ആ അമ്മ കാളിഭാവത്തിലുമുണ്ട്, സരസ്വതി ഭാവത്തിലുമുണ്ട്, ദുർഗാഭാവത്തിലും ഒക്കെ ഉണ്ട്, ലക്ഷ്മി ഭാവത്തിലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ശിവർക്കൊല്ലി ഭാവത്തിലുള്ള ആ അമ്മയടക്കം അവിടെ കുടികൊള്ളുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആ ക്ഷേത്രത്തിൽ പോവുക, ആ കുളത്തുനിന്ന് കാല് കഴുകുക, എന്നിട്ട് 21 തവണ പുറത്ത് പ്രദക്ഷിണം വെക്കുക. എന്നിട്ട് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലംജ കുലധർമ്മം ജ മാംജ പാലേ പാലയ, ഒന്നെങ്കിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയെ പ്രദക്ഷിണം വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അമ്മയെ അമ്മേ നാരായണ, വാണി നാരായണ, ലക്ഷ്മി നാരായണ, ദുർഗേ നാരായണ, കാളി നാരായണ, അമ്മേ നാരായണ, ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ 21 തവണ പ്രദക്ഷിണം വയ്ക്കുക. അത് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ദുർഗേ നാരായണ, ഭദ്രേ നാരായണ, കാളി നാരായണ, അമ്മേ നാരായണ. അങ്ങനെയാണ് അവിടുത്തെ തിരുമേനി നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടുത്തെ ക്ഷേത്രത്തിലെ ആരാധനയായിട്ട് പെട്ടെന്ന് അഭിഷ്ടസിദ്ധി ലഭിക്കുന്ന അമ്മയാണ് അവിടെ ഉള്ളത്. അവിടെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, അവിടെ പോയവർ പണ്ട് കാലത്ത് ഒരു 5 വർഷം മുമ്പ് അവിടെ മതിൽ കെട്ടുന്ന ആ സ്ഥലത്ത് ഒരു വെള്ള അരയാൽ അവിടെ പൊടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആ വെള്ള അരയാൽ ഒരു ഇത്രി ഉണ്ടായിരുന്നു പൊക്കം. ആ ഇത്രയുള്ള ആ പൊക്കത്തുനിന്ന് പിന്നീട് അത് ജ്യോതിഷന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് പോയി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷേത്രപ്പണി പൂർത്തിയാകുമ്പോഴേക്കും ആ അരയാൽ പിന്നീട് അവിടെ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ അരയാലിൻ്റെ ശക്തി ചൈതന്യത്തിൻ്റെ ആ ദേവീ ചൈതന്യവും എനിക്കിവിടെ ഇരിക്കണം, എന്നെ ഇവിടുന്ന് പുറത്താക്കരുത് എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന പോലെ ആ ചൈതന്യത്തിൽ ഒരു നമ്മൾ അരയാൽ രൂപത്തിൽ അമ്മ അവിടെ വരിക ചെയ്തത്. ക്ഷേത്ര ചൈതന്യം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ, ആ ക്ഷേത്രം പുനരുദ്ധാരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചന പോലെയായിരുന്നു അത്. ആ ക്ഷേത്രത്തെപ്പറ്റി നമുക്കറിയാം. ആ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിൽ പലതവണ നമ്മളോട് റിട്ടയർഡ് പോലീസ് ഓഫീസറായിരുന്ന ബഹുമാന്യദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ കഥകളിൽ വിഗ്രഹങ്ങൾ ഒരു കഥ. ആ സാറ് പറഞ്ഞതിൽ ഞാനിപ്പോഴും ഓർക്കുന്നത്, വിഗ്രഹം പഞ്ചലോഹക്കൂട്ടിലാണ് അമ്മ ഇരിക്കുന്നത്. ആ വിഗ്രഹം 3 തവണ കളവ് പോയിരുന്നു. കളവ് പോയ സമയത്ത് ഈ ഞാനീ പറയുന്ന ആ വ്യക്തി ആയിരുന്നു ഇതിൻ്റെ വിഗ്രഹത്തിൻ്റെ മോഷണം പോയ സമയത്ത് പോലീസ് ഓഫീസറായിട്ട് അവിടെ ഉണ്ടായിരുന്ന SP. ഈ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തെപ്പറ്റി പറയുന്നത്, വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷണ വഹിക്കുന്നതെന്നാണ്. അപ്പോൾ ആ വിഗ്രഹം മോഷ്ടിച്ച് കൊണ്ടുപോയപ്പോൾ വയനാട്ടിലൊരിക്കൽ ആ വിഗ്രഹം ആ അതിർത്തിക്ക്, പിന്നീട് അതിർത്തി കടക്കാൻ പറ്റുന്നില്ല കള്ളന്. അപ്പോൾ അവിടെ മലമൂത്ര വിസർജനം ചെയ്തിട്ട് പിന്നീട് ആ വിഗ്രഹത്തിനെ പോക്കാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ടായ ഒരു കഥ നമ്മുടെ പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ പാലക്കാട് അതിർത്തിയിൽ ഇത് കട്ടുകൊണ്ടുപോയി 2ാമത്തെ തവണ. അപ്പോഴും അവിടെയും ഇത് തന്നെ അതിർത്തിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ അവിടെ വിഗ്രഹം ഇതാക്കുക. പിന്നെ കള്ളൻ തന്നെ അവിടെ എഴുതി വെക്കും, ഇത് മോഷണം പോയത് മൃദംഗേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹമാണ്, ഇതിങ്ങനെയാണ്, ഇത് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള അവസ്ഥയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ എഴുതി വെക്കുന്ന ഒരവസ്ഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രമാത്രം ദേവചൈതന്യമുണ്ട് ആ മൃദംഗേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്. അതുകൊണ്ട് എല്ലാവരും അവിടെ പോവുക, പ്രാർത്ഥിക്കുക, ശത്രുദോഷങ്ങളില്ലാതാക്കാനും നമുക്കൊരു സംരക്ഷണ കവചമായി നല്ല രീതിയിൽ, അതായത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയോടുകൂടി നമ്മൾ വെളിപ്പുറത്തെത്തുന്ന അമ്മ മഹാറാണി പരാശക്തി, ആ അമ്മ നമ്മൾ ഒന്നിച്ച് തന്നെ എപ്പോഴും ഉണ്ടാവാൻ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോവുക. പോയിട്ട്
മനസ്സുരുകി അമ്മയെ വിളിക്കുക. നമ്മളിലെ വേദനിക്കുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ എല്ലാം മാറ്റിത്തരും. അമ്മയുടെ മനസ്സു നൊന്ത് നമ്മളൊന്ന് വിളിക്കൂ. മൃദംഗേശ്വരി അമ്മ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. കാളിയായും ദേവിയായും ലക്ഷ്മിയായും ദുർഗയായും സംഗീത സ്വരൂപിണിയായി വാണിയായും നമ്മോട് കൂടെ ഒന്നിച്ചുണ്ട്. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ നമ്മൾ മൃദംഗേശ്വരി ക്ഷേത്രത്തിൽ പോവുക. 21 തവണ അമ്മേ നാരായണ, വാണി നാരായണ, ലക്ഷ്മി നാരായണ, ദുർഗേ നാരായണ, ഭദ്രേ നാരായണ, കാളി നാരായണ, അമ്മേ നാരായണ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ച് ഉള്ളിൽ കയറി പ്രദക്ഷിണം വെച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ എല്ലാവരും ശ്രമിക്കണം. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവാൻ മന്ത്രം ശരിയാവണം, മനസ്സ് ശരിയാവണം. എന്നിട്ട് അമ്മയുടെ വലതുഭാഗത്തു നിന്ന് സ്ത്രീകളും ഇടതുഭാഗത്തു നിന്ന് പുരുഷന്മാരും മനസ്സുരുകി അമ്മയെ വിളിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. എന്നെ ശ്രമിച്ചിരിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ്സോടെ ആയുരാരോഗ്യത്തോടെ ജീവിക്കാൻ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, സർവ്വദേവീദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്ദി, നമസ്തേ.